നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഡിസംബർ 18-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റിലേക്ക് എത്തുന്ന മറ്റൊരു കമ്പനിയെ കൂടി പരിചയപ്പെടുത്തുകയാണ്. മോത്തി സൺസ് ജ്വല്ലേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണിത്. രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലേഴ്സാണ് ഇവർക്ക് രാജസ്ഥാനിൽ മാത്രമാണ് ഇപ്പോൾ ഷോറൂംസ് ഉള്ളത്. ഈ കമ്പനി 18-ാം തീയതി മാർക്കറ്റിൽ എത്തുമ്പോൾ 151.09 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി മോത്തി സൺസ് ജ്വല്ലേഴ്സ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് ഒന്ന് നോക്കാം. മോത്തി സൺസ് ജ്വല്ലേഴ്സ് ലിമിറ്റഡ് രാജസ്ഥാനിലെ ഈ ജ്വല്ലറിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടൊരു വിടരാൻ തുടങ്ങുന്ന ഒരു പുഷ്പത്തിൻ്റെ ആകൃതിയിലാണത്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളിൽ ഉണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഡയമണ്ട് കൊണ്ടുള്ള ആഭരണങ്ങൾ, പിന്നെ നോർത്ത് ഇന്ത്യയുടെ പ്രത്യേകതയായിട്ടുള്ള വെള്ളി കൊണ്ടുള്ള യൂട്ടൻസിൽസ്, പാത്രങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു ജ്വല്ലേഴ്സാണ് ഇവർക്ക് പ്രധാനമായിട്ടും ജയ്പൂരിലാണ് 4ഓളം ഷോപ്പുകളുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, മോത്തി സൺസ് ആദ്യം 1997 ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് 2011 ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇതാ ലിസ്റ്റിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. മോത്തി സൺസ് ജ്വല്ലറിയുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതും ഇതിൻ്റെ കോമ്പിനേഷനിലുള്ളതും ആയിട്ടുള്ള ആഭരണങ്ങൾ കൂടാതെ അവർക്ക് സ്പെഷ്യൽ ഒക്കേഷൻ, അതായത് വിവാഹ സമയത്തെ, ഫെസ്റ്റിവൽ സമയത്ത്, പിന്നെ ഡെയിലി യൂസിനുള്ളതും, പിന്നെ ജെൻഡർ അനുസരിച്ച് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും എല്ലാം നിർമ്മിക്കുന്ന ഒരു ജ്വല്ലേഴ്സാണ് മോത്തി സൺസ് ജ്വല്ലേഴ്സ് 2011 അവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങി. പിന്നീട് 2018 ആയപ്പോഴത്തേക്ക് ഓൺലൈനായിട്ടുള്ള വിൽപ്പനയും കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ കളക്ഷൻസ്, അവരുടെ കാറ്റലോഗ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഒക്കെ എടുക്കാൻ കഴിയുന്ന യുവതലമുറയിൽപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സംവിധാനം കമ്പനി ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, അത്തരത്തിലുള്ള ഓൺലൈൻ കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാരെയും കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓൺലൈൻ വിൽപ്പന നടത്തുന്ന ആഭരണങ്ങളിൽ പലതും ഷോറൂമിലുണ്ടാവില്ല. ഇതിനു വേണ്ടി മാത്രമുള്ള മോഡൽസാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സന്ദീപ് ഛാബ്ര, പിന്നെ സഞ്ജയ് ഛാബ്ര, നമിത ഛാബ്ര, കാജൽ ഛാബ്ര, ഇത്രയും ഛാബ്രമാരുണ്ട്. അവർ ഫാമിലിയാണ്. അതുകൂടാതെ തന്നെ മോത്തിലാൽ സന്ദീപ് ഛാബ്രയുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അവരുടെ ഫാമിലിയുടെ പേരിൽ ഓഹരികളുണ്ട്. പിന്നെ സന്ദീപ് ഛാബ്രയുടെ HUF ഉണ്ട്, സഞ്ജയ് ഛാബ്ര HUF ഉണ്ട്. അതോടൊപ്പം തന്നെ മോത്തി സൺസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ട്. അതുകൂടാതെ മോത്തി സൺസ് എൻ്റർടൈൻമെൻറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലും ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റി ഇതിൻ്റെ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം, ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 91.55% ഓഹരികളും ഉണ്ട്. ഇഷ്യൂ വഴി ലഭിക്കുന്ന പണം അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ചില കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കടബാധ്യതകളുണ്ട്, അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ബാക്കി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, പിന്നെ ജനറലായിട്ടുള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിനിയോഗിക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 213.04 കോടി രൂപയുടെ വരുമാനമുണ്ട്. 22 ആയപ്പോഴത്തേക്കും അത് 314.33 കോടിയുടെ വരുമാനമായിട്ട് മാറുന്നുണ്ട്. 2023 366.2 കോടിയാണ് കമ്പനിയുടെ വരുമാനം. അപ്പോൾ ക്രമമായിട്ട് വരുമാനത്തിൽ വർധനവ്, റവന്യൂവിൽ വർധനവ് കാണുന്നുണ്ട്. ഈ അറ്റത്ത് കൊടുത്തിരിക്കുന്ന കോളം ക്വാർട്ടർലിയാണ്. 2024 ആദ്യ ക്വാർട്ടറിലെ ഫലങ്ങളാണ്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും, അറ്റാദായം നോക്കുകയാണെങ്കിലും 9.64 കോടിയാണ് 2021 അത് 14.75 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് 22. അത് 23 ആയപ്പോഴത്തേക്ക് 22.2 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്രമമായിട്ടുള്ള വർധനവ് ഫിനാൻഷ്യൽ സൈഡ് കാണിക്കുന്നുണ്ട്. മാർജിൻസും അതുപോലെ തന്നെയാണ്. ഇനി മോത്തി സൺസിൻ്റെ വാല്യുവേഷൻസ് നോക്കാം. EPS 3.42 PE 15.2, 16.08, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.15%, NAV 21.15 പെർ ഷെയറുമാണ്.
ഇനി നമുക്ക് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പിയർ കമ്പനികളായിട്ട് ഇവരുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡെയിം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ള 5.22 അവരുടെ ബേസിക് EPS. പിന്നെ DP ആഭൂഷൺ ലിമിറ്റഡ് 20.33 അവരുടെ ബേസിക് ആയിട്ടുള്ള EPS കാണിച്ചിരിക്കുന്നത്. പിന്നെ തങ്കമയിൽ ജ്വല്ലറിയാണ്, അവരുടേത് 58.13 ബേസിക് ആയിട്ടുള്ള EPS. പിന്നെ ഉള്ളത് റിനൈസൻസ് ഗ്ലോബലാണ്, അവർക്ക് 2.13 അവരുടെ EPS ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ലീഡ് മാനേജേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മോത്തിസൺസിൻ്റെ ലീഡ് മാനേജർ ഹൊലാനി കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യയും. ഇനി നമുക്ക് മോത്തിസൺസ് ജ്വല്ലേഴ്സിൻ്റെ ഇഷ്യൂ ഒറ്റ നോട്ടത്തിലൊന്ന് പഠിച്ചു വയ്ക്കാം. ഡിസംബർ 18 മുതൽ 20 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 52 രൂപ മുതൽ 55 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. 2.74 crores ഓഫ് ഇഷ്യൂ ഷെയർസാണ് ഇവർ ഫ്രഷായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് വരുന്നത് 151.09 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം ബിഡ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് 250 ഓഹരികളാണ്. അപ്പോൾ 14 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 പിന്നെ HNIസിന് 15 മുതൽ 72 വരെ ലോട്ട് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഫേസ് വാല്യൂ വരുന്നത് 10 രൂപയാണ്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് 21 ആയിരിക്കും ഡിസംബർ മാസത്തിൽ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഡേറ്റ് ഡിസംബർ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ഡിസംബർ 26 ആയിരിക്കും. അപ്പോൾ ഇതിനി വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വെറും ഒരു ട്രഡീഷണൽ സ്റ്റോർ എന്നുള്ള നിലയിൽ ജയ്പൂർ ആരംഭിച്ച ഒരു 300 ചില്ലാനും സ്ക്വയർ ഫീറ്റിൽ മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്നിപ്പോൾ 1355 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഷോറൂമുകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതും പ്രധാനമായിട്ടുള്ള ജോറി ബസാർ എന്ന് പറയുന്ന അവിടുത്തെ ഈ ജ്വല്ലേഴ്സിൻ്റെയൊക്കെ ഒരു ഹബ്ബായിട്ടുള്ള ഒരു ഏരിയയിലാണ് അവരുടെ ഷോറൂമുകൾ ഉള്ളത്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ കമ്പനി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലേഴ്സാണ്. വലിയ ഡെവലപ്മെൻറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 33 കോടി രൂപ ഒക്കെയുള്ള ഇഷ്യൂ അവർ പ്രീ IPO ആയിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ അവർ പ്രൈസ് ഇട്ടതും 55 രൂപ തന്നെയായിരുന്നു. ആ 55 രൂപ തന്നെയാണ് ഇപ്പോഴും പ്രൈസ് ബാൻഡിൻ്റെ അപ്പർ ബാൻഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊരു സക്സസ് ആയിരുന്നുകൊണ്ട് ഇപ്പം 33 കോടി രൂപ കുറച്ചിട്ട് ബാക്കിയാണിപ്പോൾ 151.09 കോടി രൂപയുടെ ഇഷ്യൂ ആയിട്ട് ഇത് മാറിയത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 98.45 കോടി രൂപയായിട്ട് മാറും ഇഷ്യൂ കഴിയുമ്പോൾ. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് 541.45 കോടി രൂപയായിട്ട് മാറുന്നുണ്ട്. ഈ ഇഷ്യൂവിന് നമുക്കറിയാം, ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് കണ്ടപ്പോൾ തന്നെ അവരുടെ റവന്യൂ ക്രമമായിട്ട് വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഏണിങ്സിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് കാണുന്നുണ്ടെങ്കിലും റവന്യൂ വളരെ നല്ല രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ലോങ് ടൈമിലേക്ക് വളരെ മികച്ച ഒരു ഓഹരി തന്നെയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ കണ്ടത് മോത്തിസൺസ് ജ്വല്ലേഴ്സിൻ്റെ IPO വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഒട്ടം തന്നെ കാണേണ്ടതാണ്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.